വീണ്ടും കൊല്ലത്തിൻ്റെ മണ്ണിലാണുള്ളത്. കൊല്ലത്ത് ചാത്തന്നൂരിൽ ഞങ്ങൾ പുതുതായി ചെയ്ത ഒരു അതിമനോഹരമായ ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. LSD ഹോം സിനിമാസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാഘോഷമാണ്, ഉത്സവം പോലെ. ഇപ്പം നമ്മൾ മാളിലൊക്കെ പോയി തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്നൊരു സമയമാണ്. ഓരോ സിനിമ കാണുന്നതിനും ചിലവാകുന്ന എമൗണ്ടുകളൊക്കെ നമ്മുടെ ഗ്രഹനാഥന്മാർക്ക് അറിയാം. അച്ഛനമ്മമാർക്ക് പേടിയാണ് മക്കളെയും കൊണ്ട് സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് രൂപയാണ് ചിലവ്. ഇപ്പോൾ ഇതുപോലെ തന്നെ സിനിമ കാണൽ ആഘോഷമാക്കുക എന്നത് ഇപ്പോൾ വീടിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്താകമാനം ഹോം തിയേറ്ററുകളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് ഞങ്ങൾ LXD ഹോം സിനിമാസ് ഞങ്ങളുടെ മറ്റൊരു തിയേറ്റർ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ആ തിയേറ്ററാണ് നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ഈ തിയേറ്റർ. ഇത് കൊല്ലത്താണുള്ളത്. കൊല്ലത്ത് നമ്മൾ ഇതിരിക്കുന്ന മറ്റൊരു അടിപൊളി തിയേറ്ററാണ്. നമ്മുടെ പ്രധാനമായിട്ടും കുറേ തിയേറ്ററുകൾ ഇപ്പോൾ അടുപ്പിച്ച് കൊല്ലം ഭാഗത്ത് ഏകദേശം ഒരു 4-5ഓളം തിയേറ്ററുകൾ കൊല്ലത്തിനും പരിസര പ്രദേശങ്ങളുമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വർക്ക് പൂർത്തിയായിട്ടുള്ളൊരു തിയേറ്ററാണ് ഈ തിയേറ്റർ. ഇത് ഒരു 20 അടി നീളവും ഏകദേശം ഒരു 12 അടി വീതിയിലുമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത്, ദീപക് സാർ നമ്മളോട് പറഞ്ഞിരുന്നത്, ശരിക്കും തിയേറ്ററിൻ്റെ ആംബിയൻസ് കിട്ടിയ പോലെ ശരിക്കും പക്ക സിനിമ തിയേറ്റർ തന്നെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് നമ്മളൊരു 4 ലൈനായിട്ട് ഏകദേശം ഒരു ലൈനിൽ 4 ചെയർ വെച്ചിട്ട് 16 ചെയർ ഇവിടെ തിയേറ്റർ സീറ്റ് തന്നെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള, നമുക്ക് വളരെ ഹെഡ് റെസ്റ്റ് ഒക്കെ വളരെ നല്ല സുഖമായിട്ട് തിയേറ്ററിലിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ ചെയറാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അക്വസ്റ്റിക്കിനോട് ചേരുന്ന അതേ കളർ തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡറൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സീറ്റിംഗ് സംവിധാനത്തോട് കൂടിയ ഒരു തിയേറ്ററാണിത്. പിന്നീട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമാ തിയേറ്ററിൽ അല്ലെങ്കിൽ മാളുകളിലെ പോലെ തന്നെ ഒരു ഫ്ലോർ സെഗ്മെൻറ്റ്, നമ്മളൊരു 4 ലെയർ ഫ്ലോർ സെഗ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ബേസായിട്ട് ഫ്ലോറ്, അത് കഴിഞ്ഞിട്ട് 3 ഫ്ലോർ റൈസിങ് പാറ്റേണും കൂടെ നമ്മളിവിടെ ഈ തിയേറ്ററിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഹോം തിയേറ്ററിൻ്റെ വെയിൻ ഓഡിയോ സ്പീക്കേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഹാർട്ടാണ് AVR. ഡെനോൺ എന്ന ബ്രാൻഡാണ് ഞങ്ങളിവിടെ AVR ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുവേര 120 ഇഞ്ച് സുവേരയുടെ മനോഹരമായ സ്ക്രീനിലാണ് ദീപക് സാറും കുടുംബവും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊജക്ഷന് വേണ്ടി ബെൻക്യുവിൻ്റെ 4K പ്രൊജക്ടറും സ്ട്രീമിംഗ് ഡിവൈസായി ആമസോൺ ഫയർ TV സ്റ്റിക്കുമാണ് ഈ തിയേറ്ററിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ പല തിയേറ്ററിലും എന്നതുപോലെ തന്നെ ഈ തിയേറ്ററിലും കസ്റ്റമറാണ് നമുക്ക് ഈ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഡിസൈൻ തന്നിട്ടുള്ളത്. നമ്മുടെ ഒട്ടുമിക്കവാറും അതൊരു യാദൃശ്ചികത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ മിക്കവാറും തിയേറ്ററുകളിലൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവരോട് ആഗ്രഹം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള തിയേറ്ററാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻസ് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ. ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തിയേറ്ററിൻ്റെയൊക്കെ ഡിസൈൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അത് നമ്മൾ ആദ്യം ചോദിച്ചതിന് ശേഷം മാത്രമാണ് LSD ഹോം സിനിമാസ് ഒരു വർക്ക് എടുക്കാറുള്ളൂ. അല്ലാണ്ട് നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈൻസ് അവരെ നമ്മൾ ഏൽപ്പിച്ച് നമ്മൾ കൊടുക്കാറില്ല. കാരണം അവർക്ക് എന്തെങ്കിലും പാറ്റേണൊക്കെ അവർ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ദീപക് സാറിനോട് ചോദിച്ചു, സാർ ഏതെങ്കിലും ഡിസൈൻസ് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ഡിസൈൻ നമുക്ക് അയച്ചു തന്നു. അത് അതേ രീതിയിൽ തന്നെ നമ്മളിവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. മാത്രമല്ല അതിനോട് ചേരുന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ഡിസൈൻസും കൊണ്ടുവന്നിരിക്കുന്നത്, ആ കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ ഉടമയായ ദീപക് സാറിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ 2 മക്കളുമാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. ഈ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും അവരുടെ ഒരു ശ്രവ്യ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളല്ല പറയേണ്ടത്, അവരാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് ചോദിക്കാം. തിയേറ്റർ സിനിമകൾ കാണാറുണ്ടോ? വെച്ച് എല്ലാ ദിവസവും തന്നെ കാണാറുണ്ടോ? മിക്ക ദിവസം കാണാറുണ്ട്. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇഷ്ടമായ തിയേറ്റർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാണല്ലേ. എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? മിക്കവാറും കാണാറുണ്ട്, ആഴ്ചയിൽ ഒന്നൊക്കെ കാണാറുണ്ട്. എല്ലാം നല്ല ക്ലാരിറ്റിയാണ്. മോനെ ഇഷ്ടപ്പെട്ടു? തിയേറ്റർ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അറ്റ്മോസും ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? ശരിക്കും ദീപക് സാറാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ അയച്ചു തന്നത്. ഇതേമാതിരി ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഈ ടൈപ്പ് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ അദ്ദേഹം നമുക്ക് അയച്ചു തരികയുണ്ട്, അദ്ദേഹം നെറ്റിലോ മറ്റോ കണ്ടിട്ട്.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ തിയേറ്ററിൻ്റെ ഫോട്ടോ മാഡം കണ്ടിട്ടുണ്ടായിരുന്നോ? നമുക്ക് അയച്ചു തന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് തിയേറ്ററിൻ്റെ, അത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ ഇപ്പം ഉള്ളത് തിയേറ്റർ? അതേ മോഡൽ തന്നെയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? അപ്പം ഇതൊക്കെയാണ് ഇവരുടെ അഭിപ്രായങ്ങൾ, തിയേറ്ററിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞതാണ്. അവർ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ സിനിമ വെച്ച് കാണാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും തിയേറ്റർ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാ ദിവസവും തിയേറ്ററിൽ കയറിയിരുന്ന് സിനിമ കാണുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു അനുഭവം പോകുന്നത് എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഹോം തിയേറ്ററുകൾക്ക് ഫിനാൻസ് ലഭ്യമാണോ എന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. തീർച്ചയായും. അപ്പം എല്ലാവർക്കും റെഡി ക്യാഷ് എടുത്തിട്ട് ഇത്രയും വലിയ തിയേറ്ററുകൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് തിയേറ്ററുകളൊന്നും പണിയാനായിട്ടുള്ള ഒരു സാമ്പത്തിക സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാകില്ല. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ കേരളത്തിൽ ആദ്യമായി ഹോം തിയേറ്ററുകൾക്ക് ഫിനാൻസ് സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് റെഡി ക്യാഷായിട്ട് മുടക്കാൻ ഇല്ല എങ്കിൽ ഹോം തിയേറ്ററുകൾക്ക് നമ്മൾ ഫിനാൻസ് നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. അത് EMI ആയിട്ട് നിങ്ങൾ മന്ത്ലി അടച്ചാൽ മതി. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളെ വിളിക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം. അതെ, ഇവിടെ ഞങ്ങൾ ദീപക് സാറ് നമുക്ക് ഈ തിയേറ്റർ തരുമ്പോൾ, സാറ് ഞങ്ങളുടെ കൂടെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം അവിടെ നിന്ന് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് അയച്ചു തരും, ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. എന്നാൽ എല്ലാ കസ്റ്റമേഴ്സിനും ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒറ്റയടിക്ക് തിയേറ്റർ തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഫിനാൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്തവണ ഈ ജനുവരി മുതൽ നമ്മൾ EMI ഓപ്ഷൻ നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ സംരംഭം എന്ന് തന്നെ പറയാം. LXD ഹോം സിനിമാസ് പ്രഷർക്കും. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ബാങ്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബാങ്ക് ഫിനാൻസ് ആണ് നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എനി ടൈം വിളിക്കുക. നമ്പറും ഡീറ്റെയിൽ ഒക്കെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഹോം തിയേറ്റർ സംബന്ധമായിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുക. അത് ഏത് സമയത്തും വിളിക്കുക. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ മാത്രമാണ് ഞങ്ങളെപ്പോഴും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുക്കാറുള്ളത്. മറ്റ് ഓഫീസ് സ്റ്റാഫുകളുമായിട്ടൊന്നും നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. ഞങ്ങളുമായിട്ട് മാത്രം ത്രൂ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും എനി ടൈം ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഏറ്റവും പുതിയൊരു വീഡിയോയുമായി ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.